വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മത്സരം കാണാനായിട്ട് സ്റ്റേഡിയത്തിൽ പോയ ഒരാളല്ല. ഞാൻ ഈ മത്സരം കണ്ടുവന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ വാക്കുകളും അവർ കാണിച്ചു തന്ന വീഡിയോയുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചില ഭാഗങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്കത് പറഞ്ഞു കൊടുക്കാം. മഞ്ഞപ്പട നടത്തിയിട്ടുള്ള പ്രൊട്ടസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ISLലെ ഒരു നിശബ്ദമായിട്ടുള്ള ഈസ്റ്റ് ഗാലറി അല്ലെങ്കിൽ നിശബ്ദമായിട്ടുള്ള ഒരു ഗാലറി കാണാനായിട്ട് സാധിച്ചത് ഇന്നലെയാണ്. കാരണം പ്രൊട്ടസ്റ്റൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ പ്ലക്കാർഡുകളും അതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ പോലീസും അതുപോലെ അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ വന്ന് പിടിച്ചു വെക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ ഇതെല്ലാം ആകെ കൈവിട്ടു പോയി എന്നുള്ളതാണ് ഞാൻ കേട്ടത്. കാരണം ടീമിന് വേണ്ടി ചാൻറ്റ് ചെയ്യുന്ന ഒരു പക്കം ആരാധകരെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ISLലെ ഏറ്റവും ചെറിയ ടീമിന് വരുന്ന ഒരു ഫാൻ ബേസ് കിട്ടുന്ന സ്റ്റേഡിയത്തിൽ ഫാൻ ബേസ് കിട്ടുന്ന തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഇന്നലെ സ്റ്റേഡിയത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു 10,000 ആൾക്കാർ എന്തായാലും വന്നിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇമാരി ഒരു പ്രൊട്ടസ്റ്റ് വെച്ചിട്ടും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഈ മത്സരത്തിലേക്ക് വരാം. മത്സരത്തിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കാണുന്ന കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരൊറ്റ മത്സരം കൊണ്ട് തന്നെ നമ്മുടെ തോമസിനെയും അതുപോലെ തന്നെ മിഖായിൽ സ്റ്റെയറയെയും കമ്പയർ ചെയ്യാനോ അതല്ലെങ്കിൽ അതിൽപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയാനോ പറ്റൂല. എന്നാലും പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തോന്നിയത് പറയാന്നുള്ളത് നല്ല കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. പ്രത്യേകിച്ചും മികച്ച താരങ്ങളായിട്ടുള്ള യുവതാരങ്ങളെ കൊണ്ടുവന്ന് അതിലേക്ക് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പെരുമാറ്റം, കോച്ച് അവരെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ടൈം, ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം നമ്മൾ പറയേണ്ട കാര്യം തന്നെയാണ്. ഈ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഈ അടുത്തായിട്ട് നമ്മുടെ കോച്ചിൻ്റെ ഒരുപാട് റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച്. പക്ഷേ ഈ ഒരു ഞായറാഴ്ചയോട് കൂടി തന്നെ എല്ലാ റൂമർ വിട്ടിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞ ഒരു കാര്യം, ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ട് ഒരു പ്രോപ്പർ കോച്ചിനെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി അതിനൊക്കെ മാറ്റി നിർത്താം. ഇന്നലെ എന്തുകൊണ്ട് ഐബാൻ ഡോളിംഗ്, കോറോ സിംഗ്, അതുപോലെ തന്നെ നമ്മുടെ അമാവിയ, ഈ ഫ്രെഡി, ഇവരൊക്കെ എടുത്തു പറയാനായിട്ട് കാരണം എന്ത്? അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ട് ആരെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ ഈ 4 പേരുടെ പേരെന്തായാലും ഉണ്ടാവും. പ്രത്യേകിച്ചും ഫ്രെഡിയുടെയും ഐബാൻ്റെയും കോറോ സിംഗിൻ്റെയും അമാവിയയുടെയും പേര് നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോച്ച് എന്ന് പറയുന്നത് ഏകദേശം 3 വർഷത്തോളം ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ്. അപ്പോൾ ഇന്ത്യൻ താരങ്ങളെ എങ്ങനെ എവിടെ കൊണ്ടുവരണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഓടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ ഇന്ത്യൻ താരങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പരിഗണന വിജയം കണ്ടു എന്ന് വേണം പറയാൻ. യുവതാരങ്ങളെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് ഇദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. അതാണ് സ്റ്റെഹ്റയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പിഴവ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യൻ താരങ്ങളെ തീരെ കൊണ്ടുവരാത്ത രീതിയിൽ. നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ നോക്കാം. ഈ ഒരൊറ്റ മത്സരത്തിൽ നിന്നും ഒരിക്കലും ഒരാൾക്കും ഒരു മെയിനായിട്ടുള്ള ഒരു കോച്ചിനെയും ഒരു റിസർവ് ടീമിൻ്റെ കോച്ചിനെയും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് പോസിറ്റീവ്നെസ് ആണ്. കാരണം ഇദ്ദേഹം ഇതിൽ പിടിച്ചിട്ട് ചിലപ്പോൾ കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ യുവതാരങ്ങളുടെ പേര് സോഷ്യൽ മീഡിയയിൽ ആകെ മൊത്തം പരക്കുന്നു. നമ്മുടെ പുരുഷോത്തമൻ സാറ് അത് എന്തായാലും അദ്ദേഹം നോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇനിയും എന്താ പറയുക, യുവതാരങ്ങൾക്ക് ചാൻസ് കൊടുക്കും ഞങ്ങൾ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇന്നലെ കളി കഴിഞ്ഞ് പോകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഈ 2 കോച്ചുമാരിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു മത്സരത്തിൽ നിന്നും ഈ ഒരു കമ്പാരിസണൊന്നും ആരും നോക്കണ്ട. കാരണം മുഹമ്മദൻസ് എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. അടുത്ത മത്സരം മുതൽ ജംഷഡ്പൂർ FCയോട് ജയിച്ചിട്ടുള്ള ആ ഒരു മത്സരം മുതൽ എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് കണ്ടറിയാം. ഇനി ഇതിൻ്റെ കാര്യമൊന്നും പറഞ്ഞാൽ ആരും കമൻറ്റ് ചെയ്യാൻ വരരുത്. കാരണം ഞാൻ ഇതൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്റ്റെഹ്റയിലേക്ക് വരാം. സ്റ്റെഹ്റയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫോറിൻ പ്ലേയേഴ്സിനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ISL അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ഈ ഫോറിൻ പ്ലേയേഴ്സിൽ പ്രധാനപ്പെട്ട കളിക്കാരനാണ് നോഹ സദോയി എന്ന് പറയുന്നത്. ഈ നോഹ സദോയെ മാത്രം കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് അദ്ദേഹത്തിലേക്ക് പന്തെത്തിച്ച് ഗോൾ നേടാനുള്ള ശ്രമങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരു കോച്ചായിരുന്നു നമ്മുടെ മിഖായിൽ സ്റ്റെഹ്റ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ വേർട്ടിക്കൽ ഗെയിമൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. നമുക്കൊരിക്കലും സെൻറ്ററിലൂടെയുള്ള മുന്നേറ്റങ്ങൾ മിഖായിൽ സ്റ്റെഹ്റയുടെ ഭാഗത്തു നിന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. വിങ്ങുകളിലൂടെയുള്ള അറ്റാക്കിംഗ് ആണ് മിഖായിൽ സ്റ്റെഹ്റ മുൻഗണന കൊടുത്തിരുന്നത് എന്ന് വേണം പറയാൻ. അതിപ്പോൾ നമ്മൾ നോഹ സദോയെ ലോക്ക് ചെയ്താലും, അതായത് എതിർ ഡിഫൻസ് ലോക്ക് ചെയ്തിട്ടാലും സ്റ്റെഹ്റ വീണ്ടും വീണ്ടും നോഹ സദോയെ തന്നെ പരീക്ഷിക്കുമായിരുന്നു എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ തോമസിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ യുവതാരങ്ങൾക്ക് അവിടെ ചാൻസ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നോഹയെ മാറ്റിയിട്ട് അമാവിയയെ അവിടെ കൊണ്ടുവന്നത് ഇത് ഇദ്ദേഹത്തിന് ഇന്ത്യൻ യുവതാരങ്ങളായിട്ടുള്ള പരിചയവും
അദ്ദേഹം ഇന്ത്യൻ യുവതാരങ്ങളുടെ ആ ഒരു കളിശൈലികളും അറിയുന്നത് കൊണ്ടാവാം, എക്സ്പീരിയൻസ് കൊണ്ടാവാം എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് സന്ദീപിനെ മാറ്റിയിട്ട് അവിടെ ഐബാൻ ഡോളിങ്ങിനെ കൊണ്ടുവന്നത്. സ്റ്റെഹറാണ് എന്നുണ്ടെങ്കിൽ ആ 90 മിനിറ്റും ചിലപ്പോൾ സന്ദീപിനെ തന്നെ കളിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഐബാൻ ഡോളിങ് വരുന്നു. സോ അദ്ദേഹം 2-3 അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് ഗോളിലേക്കുള്ള. ഒരു ഹെഡ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന് മുമ്പായിട്ടുള്ള കുറച്ച് ചാൻസുകൾ പോയിട്ടുണ്ട്. ഫസ്റ്റ് ടച്ച് പോലും ഗോളാക്കി മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഐബാൻ ഡോളിങ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രോപ്പറായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടൈമിങ്. ഈ 2 സംഭവം ഈ കോച്ചിന് നല്ല രീതിയിൽ അറിയാമെന്നുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമാവിയ വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു മുന്നേറ്റവും ആ ഒരു ഗോളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും അങ്ങനെ വരുന്നു പോലും വിചാരിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒട്ടുകൂടെ പ്രതീക്ഷ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കടന്നുവരവും ആ ഒരു മുന്നേറ്റമാണ്. ഈ വേറെയും ചില കാര്യങ്ങളുണ്ട്. സെറ്റ് പീസ്, സ്ക്വാഡ്, അതായത് സ്റ്റെഹറെ വീണ്ടും ഒരേ സ്ക്വാഡ് വെച്ച് തന്നെ കളിപ്പിച്ചിരുന്നു. സ്ട്രഗിൾ ചെയ്യുന്ന പ്ലേയേഴ്സിനെ വീണ്ടും കൊണ്ടുവരുന്നു. പക്ഷേ ഇദ്ദേഹം അങ്ങനത്തെ ഒരു സംഭവം എങ്ങനെയാണ് നിർവഹിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇതിനെല്ലാം അടുത്ത മത്സരങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് വ്യക്തമാവാനായിട്ട് പോകുന്നത്. ഈ ഒരു ചെറിയ കാര്യം, അതായത് ഈ സബ്സ്റ്റിറ്റ്യൂഷനും നോഹ സദ്വയും അമാവിയയും ഇന്ത്യൻ താരങ്ങളും ഫോറിൻ താരങ്ങളും വെച്ചിട്ടുള്ള ആ ഒരു കമ്പാരിസൺ എനിക്ക് നല്ല രീതിയിൽ സ്ട്രൈക്കായിരുന്നു ഈ ഒരു മത്സരത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം. പിന്നെ ആദ്യ ഹാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ ടാക്ടിക്സ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. വെറുതെ ഒരുപാട് ലോങ് ബോൾ കൊടുക്കുന്നു, ഗോള് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ ഒന്നും സാധിക്കുന്നില്ല. ഒരുപാട് മിസ് പാസുകളായിട്ട് കലാശിക്കുന്നു. അറ്റാക്കിംഗ് പ്രോഗ്രസ് തീരെ നടക്കാത്തൊരു ശൈലിയാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആ ഒരു കാര്യം മാറി. എന്ത് തന്നെ വന്നാലും മുഹമ്മദൻസിൻ്റെ ഒരു ദയനീയമായിട്ടുള്ള പ്രകടനവും അതിലെടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക്, പ്രത്യേകിച്ച് മുഹമ്മദൻസിൻ്റെ ഗോൾ കീപ്പറെ കൊണ്ടൊക്കെ തന്നെയാണ് നമുക്കൊരു രക്ഷ കിട്ടിയിട്ടുള്ളത്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് പറ്റൂല. ഈ മത്സരത്തെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തെയും ഈ കോച്ചിനെയും പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര കാര്യങ്ങളാണ്. ഇനി ജംഷഡ്പൂർ FC-ക്കെതിരെ ആയിട്ടുള്ള മത്സരത്തിന് ശേഷം കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ച നല്ല രീതിയിൽ നമുക്ക് പുകഴ്ത്തി പറയേണ്ടി വരും. നമ്മുടെ വീഡിയോസൊക്കെ അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് അതുപോലെയുള്ള സപ്പോർട്ടിങ് നൽകേണ്ടി വരും. കാത്തിരുന്ന് കാണാം. വീണ്ടും പ്രതീക്ഷയുടെ 3 പോയിൻ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്കും ബൈ.